കെ.എസ്.ആർ.ടി.സി പ്രിയദർശിനി സർവീസിലെ യാത്രക്കാരായ സ്ത്രീകളെ അധിക്ഷേപിച്ച് ഗതാഗത മന്ത്രി സി.പി. ജോൺ. പൈസ വേണ്ടാത്ത ബസ്സിൽ കയറാൻ തിരക്കാണ്. എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രികളുടെ വരാന്തകളിൽ കിടക്കുമെന്നായിരുന്നു മന്ത്രിയുടെ സ്ത്രീവിരുദ്ധ പരാമർശം. പാലക്കാട് സ്വകാര്യ ബസ് ഉടമകളുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനയായ കെ.എസ്.ആർ.ടി.സി ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി സി.പി. ജോൺ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. കെ.എസ്.ആർ.ടി.സി പ്രിയദർശിനി സർവീസ് വിജയിക്കാൻ കാരണം സ്ത്രീകളുടെ വിചിത്ര മനോഭാവമാണ്. എത്ര ബസ് വന്നാലും പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് വാഹനത്തിൽ തള്ളിക്കയറുന്ന സ്ത്രീകൾ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കും. ചികിത്സയുടെ കാര്യത്തിലും സമാനമായ മനസ്ഥിതിയാണ്. ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നായിരുന്നു മന്ത്രിയുടെ അവഹേളനം. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് അല്ലേ. എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. പാലക്കാട് നെല്ലിയാമ്പതിയിൽ കെ.എസ്.ആർ.ടി.സി പ്രിയദർശിനി ബസ് അപകടത്തിൽപ്പെട്ട ദിവസം തന്നെയായിരുന്നു ജില്ലയിൽ മന്ത്രി വിവാദ പ്രസംഗം നടത്തിയത്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായി സി.പി. ജോൺ കൊച്ചിയിൽ പ്രതികരിച്ചു. പ്രിയദർശിനി ബസിൻ്റെ വിജയം അല്ലെങ്കിൽ ആ സ്കീമിൻ്റെ വിജയം നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ പ്രതിഫലനമാണ്. പക്ഷേ ഈ ദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയൊരു റിഫ്ലക്ഷൻ ഉണ്ടായത് അല്ലേ. അതുകൊണ്ട് അതിലേക്ക് ജനങ്ങൾ കണ്ണു തുറക്കണം, ഗവൺമെൻറ് കണ്ണു തുറക്കണം. ഇത്രയും അധികം ആളുകൾ ഒരു ചെറിയ ബസ് കാശ് പോലും ഇല്ലാതെ വിഷമിക്കുന്നു. ആ വിഷമിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെല്ലാവരും കണ്ണു തുറക്കണം. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതേസമയം മന്ത്രിയുടെ പരാമർശം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും മനുഷ്യത്വരഹിതവുമാണെന്ന വിമർശനം ഉയരുന്നുണ്ട്. ജനം, പാലക്കാട്.